ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്കൊരു അവൽ മിൽക്കിൻ്റെ റെസിപ്പി കണ്ടാലോ. അപ്പോൾ അവൽ മിൽക്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ അവലൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ട്. കപ്പലണ്ടി, കാഷ്നട്ട്, പിന്നെ ടൂട്ടി ഫ്രൂട്ടി, കുറച്ച് ചെറിയ എടുത്തിട്ടുണ്ട്. ഇത്ര ഇല്ലെങ്കിൽ ഒന്നും വേണ്ട, കപ്പലണ്ടി മാത്രം മതി. ഇനി നമുക്ക് പഴം വേണം. പഴം ഇതുപോലൊരു പാത്രത്തിലേക്കിട്ട് നല്ലപോലെ സ്മാഷ് ചെയ്തെടുക്കണം. അതിനായിട്ട് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ഇട്ട് സ്മാഷ് ചെയ്തിടണം. 2 ടീസ്പൂൺ ഒന്നും വേണ്ട, ഞാൻ 2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള മധുരത്തിലുള്ള പഞ്ചസാര എടുക്കുക. എന്നിട്ട് നല്ലപോലെ ഇങ്ങനെ സ്പൂൺ വെച്ച് സ്മാഷ് ചെയ്തെടുക്കുക. ഏതാണ്ട് ഈ പരുവം വരെ സ്മാഷ് ചെയ്തെടുക്കാൻ. ചെറുതായിട്ട് പഴം ഇങ്ങനെ കടിക്കാൻ വേണം, എന്നാലും നല്ലപോലെ ഒന്ന്. പിന്നെ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി ഇതുപോലെ ഗ്ലാസ് എടുത്ത് അതിലേക്ക് ഈ സ്മാഷ് ചെയ്ത് വെച്ചേക്കുന്ന പഴത്തിൻ്റെ മിക്സ്, പഴവും പഞ്ചസാരയും കൂടെ സ്മാഷ് ചെയ്ത മിക്സ് ഇതിലേക്ക് ഇട്ടിട്ട് നമ്മൾ കുറച്ച് ഈ അവലും ഈ നട്ട്സ് എല്ലാം കൂടെ ആഡ് ചെയ്ത് കുറച്ചായിട്ടിട്ട് ഒന്ന് സോക്ക് ചെയ്ത് ഈ പഴത്തിൻ്റെ മിക്സിൽ ഒന്ന് സോക്ക് ചെയ്തെടുക്കുക. ഇതുപോലെ സ്പൂൺ വെച്ച് കുറച്ചായിട്ടിട്ട് നല്ലപോലെ സ്മാഷ് ചെയ്തെടുക്കണം. ഒരുപാട് കുതിർന്ന് പോവാത്ത രീതിയിൽ വേണം ഇത് സ്മാഷ് ചെയ്തതിന്. ബാക്കിയുള്ള പഴത്തിന് നമ്മൾ മറ്റേ മിക്സ് മൊത്തം കൂടി ഇതിലേക്ക് ആഡ് ചെയ്യരുത്. ഈ ലാസ്റ്റ് കുറച്ച് മിക്സ് നമ്മൾ ഇതിലേക്ക് ഇടാൻ വേണ്ടി മാറ്റി വെച്ചേക്കണം. എന്നിട്ട് ഇതുപോലെ നല്ലപോലെ ഈ പഴവും അവലിൻ്റെ മിക്സ് എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ പാലൊഴിക്കണം. പാല് ഞാൻ പഴം ഉടച്ച പാത്രത്തിലാണ് എടുത്തത്, അതുകൊണ്ടാണ്. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്ത് ആവശ്യത്തിനുള്ള പാലൊഴിച്ച് നല്ലപോലെ ഈ അവലിൻ്റെ മിക്സ് നല്ലപോലെ സോക്ക് ചെയ്തെടുക്കണം. എന്നിട്ട് ബാക്കിയുള്ള ഈ അവലിൻ്റെ മിക്സ് ഇതിൻ്റെ മുകളിലിട്ട് നല്ലപോലെ ഗാർണിഷ് ചെയ്തെടുക്കാം. അത് ലാസ്റ്റ് മിക്സ് ചെയ്യരുത്. ലാസ്റ്റ് നമ്മൾ കുടിക്കാൻ നേരം മാത്രമേ മിക്സ് ചെയ്യുള്ളൂ. പിന്നെ കുറച്ച് ബൂസ്റ്റ് ഇതിൻ്റെ മണ്ടയ്ക്കിട്ട് ഗാർണിഷ് ചെയ്തെടുക്കാം. ബൂസ്റ്റ് ഇടുമ്പോൾ വേറൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും വരാം. അതുവരേക്കും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.